ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാനിനൊക്കെ നോമ്പറക്കുന്ന സമയത്ത് പൊരിച്ച കടി ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. ഇടിച്ചക്ക കൊണ്ട് ഞാനൊരു പൊളി ഐറ്റം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇടിച്ചക്ക കിട്ടുമ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കില്ല. അത്രയും ടേസ്റ്റാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നമ്മുടെ വീട്ടിലെ കോഴി തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബജിമാവ്, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മളുടെ താരമായ ഇടിച്ചക്ക. ഒരു ഹാഫ് ഇടിച്ചക്കയാണ് നമുക്കിതിന് വേണ്ടുള്ളൂ. ഇതെത്ര അളവിലാണ് എടുത്തിക്കണമെന്നൊക്കെ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മുറിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിൽ നിന്ന് പകുതി നമുക്ക് കണ്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പല ആളുകളും പലതരത്തിലാവും ഇടിച്ചക്ക കട്ട് ചെയ്യുക അല്ലേ. ഞാനപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. ഉപ്പേരി വെക്കാനും വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്തിട്ട് നടുവിലൊക്കെ നിറച്ചിങ്ങനെ ചെത്തിട്ട് കൊടുത്തുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. പണ്ടൊക്കെ എൻ്റെ ഉമ്മ കാട്ടുന്നത് കണ്ടിട്ടുണ്ട്. വട്ടന അരിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ. അതൊക്കെ എന്ത് റിസ്ക്കാണ് അല്ലേ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ഇതുപോലെ ചെറുതാക്കി ക്യൂബായി അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതുപോലെ ക്രഷ് ചെയ്യുന്ന ഒരു മെഷീനിലിട്ട് വലിച്ചെടുക്കാം. പൊടിയായിട്ട് വേണം നമ്മളുടെ ഇടിച്ചക്ക നമുക്ക് വലിച്ച് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ വലിയ കഷ്ണങ്ങളൊന്നും പാടില്ല. അപ്പോൾ വെന്ത് കിട്ടാൻ നമുക്ക് പ്രയാസമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം കണ്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. ഒരു ബൗൾ എടുക്കുക, ഒരു സ്റ്റീലിൻ്റെ നല്ലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസായ ബജിമാവ് ഇട്ട് കൊടുക്കാം. ഒരു ബൗള് ബജിമാവാണ്, ഒരു കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മീഡിയം സബോള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സബോള അല്ല, ഒരു അത്യാവശ്യത്തിന് വലിപ്പമുള്ള 3 സബോളയാണ് ഞാൻ കുനുകുനിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 സ്പൂൺ ഇഞ്ചിയൊക്കെ ഉണ്ടാവും, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക്. ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടുള്ളൂ. ഒരു 2-3-4 തണ്ട് വേപ്പിൻ്റെ ഇലയും നമുക്കതിലേക്ക് ഊരിയിടാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ്, ഒന്നും കിട്ടാത്തതല്ല. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഇടിച്ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുനുകുനിയേനെ അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു കുക്കറിൽ ഒരു ഫിസിൽ വിളിപ്പിച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുത്തിട്ടും ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇങ്ങനെ പച്ചക്കാണ് കൂട്ടുന്നത്. അതിങ്ങനെ കുനുകുനിയാൻ അരിയുമ്പോഴും നല്ല വെന്ത് കിട്ടും, വേവാതിരിക്കൊന്നുമില്ല, നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ബോളാക്കി നമ്മുടെ കയ്യിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ആവി പറക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം മുരിഞ്ഞ് വരട്ടെ. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇടിച്ചക്ക കൊണ്ട്. അത്രയും ടേസ്റ്റും പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും. അത്രയും ടേസ്റ്റാണ്. ഇടിച്ചക്ക കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ആണെങ്കിൽ പറയണ്ട. അപ്പോൾ എല്ലാവരും നിങ്ങളിത് കാണുന്നവരൊക്കെ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. മയോണീസോ ചമ്മന്തിയോ ഒക്കെ കൂട്ടിയിട്ട് ഒപ്പി തിന്നാൻ പറ്റുന്ന ഒരു പൊള്ളി ഐറ്റമാണിത്. നല്ല പരിപ്പോടൊക്കെ മതി, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുക. ഇഫ്താറിനൊക്കെ പൊരിച്ച കടിയിൽ വെക്കാൻ പറ്റുന്ന, കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പൊളി ഐറ്റമാണ്. നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കൾക്കും ചെറുമക്കൾക്കൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ പറയുന്ന കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയണേ. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അത്രയും ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അത്രയും ടേസ്റ്റുള്ളൊരു ഇടിച്ചക്ക വടയാണ് ഇത്. മസ്റ്റായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കണും കൂടി ഒന്ന് അടിക്കണേ. അപ്പോൾ അസ്സലാമു അലൈക്കും. ബൈ.